എനിക്ക് അറിയണവരെണ്ണം ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇവരെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട് പലവരുടെയും. അങ്ങനെ ചെയ്യുന്ന ഇഷ്ടം പോലെ ലേഡീസ് ഉണ്ട് കേട്ടോ. രേണു ഒരാളുകൊണ്ട് ഒരു കുട്ടി നാശാവില്ല. കാരണം ആ രേണുവിന്റെ പോലത്തെ റീൽ ആ കുട്ടിയുടെ ഫോണിൽ ആ കുട്ടി കാണുന്നതിൽ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി വേറെ സ്ത്രീകൾ ചെയ്യുന്നതും അവരുടെ വരും. അതുകൊണ്ട് സൂക്ഷിക്കൂ. രേണു എന്ന് ഒരാളുണ്ട്. അങ്ങനെയാണെങ്കിൽ ചേച്ചി ഒരുപാട് പേര് ജയിലിലിടേണ്ടി വരും. ഒരുപാട് പേരെ. രേണുവിനെ മാത്രമല്ല കേട്ടോ. ഇറങ്ങി നോക്കൂ, റീൽസ് കണ്ടു നോക്കൂ. ഇനി വേറെ ആരുടെയും കാണാറില്ലേ? രേണുവിന്റെ മാത്രം തപ്പിപ്പിടിച്ച് കാണുകയാണോ? ഒരൊറ്റ ആൾ കാരണം മാത്രം ഒരു കുട്ടി നശാവില്ല. പിന്നെ രേണു എന്ന് പറഞ്ഞ സ്ത്രീനെ ഈ കാരണം പറഞ്ഞ് ജയിലിലിടണം എന്നൊക്കെ പറഞ്ഞാൽ ഈ സ്ത്രീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ സമ്മതിച്ചു. പിന്നെ ഈ സിനിമയിൽ കാണുന്ന അത്രയും സൗന്ദര്യമുള്ള സ്ത്രീകൾക്ക് മാത്രമേ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും ഇല്ല കേട്ടോ. അവർ മാത്രമേ അവരുടെ ശരീരം എനിക്ക് പറയാൻ വയ്യ. പിന്നെ നിങ്ങൾ പറഞ്ഞ ചില വാക്കുകൾ എനിക്ക് ഇവിടെ സംസാരിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ പറയണില്ല. കാരണം അതെനിക്ക് പറയാൻ എനിക്ക് പറ്റുന്നില്ല. സോറി. ഹായ്, ഹലോ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ, ഞാൻ ഇന്നലെ ഇല്ല 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. രേണു സുധിയുടെ ഇന്റർവ്യൂവിനെ പറ്റി, മോനെടുത്ത ഇന്റർവ്യൂവിനെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇത്രയ്ക്കൊക്കെ ഇവരെ എന്തിനാ ഇത്രയ്ക്കൊക്കെ രേണുവിനെ അങ്ങനെ ഇത്രയധികം പറയണമെന്നൊക്കെ ചോദിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇന്നാണ് കേട്ടോ ഞാനൊരു വോയിസ് കേട്ടത്, ഒരു സ്ത്രീയുടെ വോയിസ്. ആ വോയിസ് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യാണ്. അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്, 100% ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫുൾ കമൻറ്റ്. അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾ യോജിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ വോയിസ് കേട്ടിട്ട് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം കൂടി പറയട്ടെ. എന്താ വെച്ചാൽ ഞാൻ ഒരു കാര്യം പറയാം. രേണു ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ എനിക്കത് ഇത്ര തെറ്റായിട്ടും തോന്നിയിട്ടില്ല. എനിക്ക് തെറ്റായിട്ടും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ പേഴ്സണലി എനിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പലതും ഇഷ്ടമല്ലാത്തതാണ്. അത് ഇഷ്ടമല്ല എന്നുള്ളത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്. അത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാലോ. ആ ഒരു ചിന്തയായിട്ടോ എൻ്റെത്. അപ്പോൾ ഞാൻ ഈ വോയിസ് ഒന്ന് കേൾക്കട്ടെ. ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾപ്പിച്ചുതരാം. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ശശികലയാണ് സാറേ. ഞാനൊരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പറയാനാണ്. നമ്മൾ 450 രൂപ കൊടുത്ത് ഈ ചാർജ് ചെയ്യുന്ന ഫോണിൽ ഒരു ഭർത്താവ് മറ്റുപോയ സ്ത്രീ എന്നും പറഞ്ഞ് നാട്ടുകാരൊക്കെ മുഴുവൻ ഏതു നേരവും സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നു. കണ്ട എല്ലാവരും വീഡിയോ റീൽസും ഒക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്. നല്ല പിള്ളേര് നാട്ടിലുണ്ട്. ഈ സ്ത്രീയെ കൊണ്ടുപോയിട്ട് ഈ ആണുങ്ങൾ ഞെക്കുന്നതും ഉമ്മ വെക്കുന്നതും കാണിക്കാൻ വേണ്ടി എന്തിനാണ് സാറേ ഈ റീൽ എന്നുള്ള പേരിൽ ഈ പെൺപിള്ള കോപ്രായം കാണിക്കുന്നത്? ഈ കൊല്ലം ഒരുത്തന്റെ ഭാര്യയാണ് ഇവള് എന്നാ പറയുന്നത്. 2 ആമക്കളൊക്കെ ഉണ്ട്. ഇവർക്ക് ഒരു കുഞ്ഞേ ഉള്ളു. ഇവർക്ക് 10-33 വയസ്സുണ്ട്. സാറേ, എന്തോരം ഇന്ത്യയിൽ മൊത്തം എന്തോരം ഹിന്ദിയും നമ്മൾ തമിഴും ഒക്കെ കാണാറുണ്ട്. എന്തോരം നല്ല കുട്ടികളുണ്ട്. ഈ പെണ്ണുമ്പിളയ്ക്ക് വല്ല തൊഴിലുറപ്പിനും പോയിക്കൂടെ? എന്തിനാണ് സാറേ ഇവർ ഈ കോപ്രായം കാണിക്കുന്നത്? നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അഥവാ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആയിരിക്കും കൂടുതലും. പിള്ളേര് ഫോൺ അഡിക്റ്റഡാണ് മിക്കവര്. അപ്പോ അങ്ങനെയുള്ള കുട്ടികൾ മോശമാകുകയല്ലേ ഈ സ്ത്രീ കാരണം? അയ്യോ, ഒറ്റ കാര്യം പറയട്ടെ. രേണു കാരണം മാത്രം കുട്ടികൾ മോശമാവില്ല കേട്ടോ. രേണുക്ക് വളരെ കുറവാ. ഇൻസ്റ്റഗ്രാം തുറന്ന് ഈ രേണുവിന്റെ പോലത്തെ റീൽസ് ഒക്കെ കണ്ടുവരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഇതിലപ്പുറം കാണാനുള്ള സംഭവങ്ങൾ ഇൻസ്റ്റഗ്രാമിലുണ്ട്. റീൽസ് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഇതിലപ്പുറം ചെയ്യണം. എനിക്ക് ഓരോന്ന് എടുത്ത് പറയാം. എനിക്ക് നാണക്കേടായതുകൊണ്ട് പറയാതിരിക്കുക. എനിക്ക് പറയണമെന്നുണ്ട്. കാരണം അത്രയും മോശം കാര്യങ്ങൾ സ്ത്രീകൾ ചെയ്യുന്ന റീൽസ് ഇഷ്ടം പോലെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതെന്താ അവർക്ക് സൗന്ദര്യമുള്ളതുണ്ടോ? അതുകൊണ്ട് കുഴപ്പമില്ല. അതൊന്നും കുട്ടികൾ മോശമാവണ്ടെന്നാണ് ചേച്ചി പറയണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ അതോ റീൽസ് കാണാൻ കൊടുക്കരുത്. റീൽസ് കണ്ടാൽ രേണു എന്നുള്ളൊരു വ്യക്തി കൊണ്ടല്ല, ഇഷ്ടംപോലെ ആൾക്കാരുടെ റീൽസ് അങ്ങനെ വരുന്നുണ്ട്. ഇഷ്ടം പോലെ സ്ത്രീകൾ, അതായത് എനിക്ക് അറിയണവരെണ്ണം ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇവരെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട് പലവരുടെയും. അങ്ങനെ ചെയ്യുന്ന ഇഷ്ടം പോലെ ലേഡീസ് ഉണ്ട് കേട്ടോ. രേണു ഒരാളുകൊണ്ട് ഒരു കുട്ടി നാശാവില്ല. കാരണം ആ രേണുവിന്റെ പോലത്തെ റീൽ ആ കുട്ടിയുടെ ഫോണിൽ ആ കുട്ടി കാണുന്നതിൽ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി വേറെ സ്ത്രീകൾ ചെയ്യുന്നതും അവരുടെ വരും. അതുകൊണ്ട് സൂക്ഷിക്കൂ. രേണു എന്ന് ഒരാളുകൊണ്ട് കേടുവരില്ല. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. എങ്ങനെയാണ് എല്ലാവരും ഇതിനോട് യോജിക്കണമെന്ന് എനിക്കറിയില്ല. ഈ കുട്ടികൾ നാശാവും എന്നൊക്കെ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു കുട്ടിയുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു പാട്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്നത്തെ ഒരു സിനിമ കണ്ടാൽ മതി, ഒരു ന്യൂജൻ ഫിലിം കണ്ടാൽ മതി നാശാവാൻ. പലതും ഉണ്ട്. അതിലപ്പുറത്തേക്ക് രേണു കാണിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഫിലിമിലും അതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് ഓരോന്നോരോന്ന് എടുത്ത് പറയാൻ വയ്യാഞ്ഞിട്ടാണ്. അങ്ങനത്തെ പല കാര്യങ്ങളിലും അപ്പുറത്തേക്കൊന്നും രേണു കാണിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി രേണുവിന്റെ മിസ്റ്റേക്ക് എന്താ? എനിക്കറിയില്ല. അതും എനിക്ക് പറയാൻ ഇഷ്ടമല്ല. രേണുവിന് ഇവർ പറയണ പോലെ അവരുടെ സങ്കല്പത്തിലെ സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടാണോ? എനിക്കറിയില്ല. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് എല്ലാവരും എന്താ ഇതിനോട് ഇത്രയധികം യോജിക്കണം എന്നുള്ളതാ.
ഈ റീൽസ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാ? ഇവര് റീൽസ് എന്നും പറഞ്ഞ് കാണിക്കുന്ന അവളെ കയറി കെട്ടിപ്പിടിക്കുന്നു, ഞെക്കുന്നു, ഉമ്മ വെക്കുന്നു. ഈ പട്ടാപ്പകല് നാട് റോഡായിട്ട് വരെ ഇപ്പൊ ഈ കൊച്ചിയിലെ കണ്ടത് എന്നെണ്ണം കാണിച്ചിട്ട് വണ്ടിക്കാരെല്ലാം കൂടി തെറി വിളിച്ച് പോണതുണ്ട്. ഇതിനെ പിടിച്ചൊന്ന് ജയിലിടാം, വല്ല വഴിയുണ്ടോ? അവൾക്ക് ഈ അങ്ങനെയാണെങ്കിൽ ചേച്ചി ഒരുപാട് പേര് ജയിലിടേണ്ടി വരും, ഒരുപാട് പേരെ. രേണുവിനെ മാത്രമല്ല കേട്ടോ, ഇറങ്ങി നോക്കൂ, റീൽസ് കണ്ടോക്കൂ. ഇനി വേറെ ആരുടെയും കാണാറില്ലേ? രേണുവിന്റെ മാത്രം തപ്പിപ്പിടിച്ച് കാണുകയാണോ? എനിക്ക് രേണുവായിട്ട് യാതൊരു പേഴ്സണൽ കണക്ഷനോ ഒന്നുമില്ല. എനിക്ക് മറ്റേ സുധി പറഞ്ഞ ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഞാനും എൻ്റെ മക്കളും സ്റ്റാർ മാജിക് ഒക്കെ കാണുമ്പോൾ അതിൽ അവരെ ഇഷ്ടമായിരുന്നു. അല്ലാണ്ട് രേണുവിനോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല. ആദ്യം ഒരു സഹതാപം തോന്നിയിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനെയില്ല, കാരണം അവരവരുടെ കാര്യമായിട്ട് ബോൾഡായി ജീവിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ടല്ല പറയണമെന്ന് മനസ്സിലാക്കണം. രേണു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടണം എന്നുണ്ടെങ്കിൽ, ചേച്ചിക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ചേച്ചി ഇറങ്ങി ഇൻസ്റ്റഗ്രാം ശരിക്കും കാണൂ, റീൽസ് കാണൂ, യൂട്യൂബ് എടുക്കൂ, ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കൂ. ഇഷ്ടംപോലെ സ്ത്രീകളെയും പുരുഷന്മാരെയും ജയിലിലിടാണ്ട്. ആണുങ്ങളും ഇങ്ങനെ പലതും കാണിക്കുന്നവരുണ്ട്. പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ കാണിക്കുന്ന തോന്നിയാസങ്ങൾ കണ്ടിട്ടുണ്ടോ? റീൽസിൽ ഇഷ്ടംപോലെ കാണിക്കുന്നുണ്ട്. ചില ഭാര്യ ഭർത്താവ് കാണിക്കുന്ന തോന്നിയാസം കാണുമ്പോൾ എനിക്ക് തോന്നും ഇവരെന്തിനാ ഇങ്ങനെ കാണിക്കണതെന്ന്. അത്രയും മോശമായിട്ട് കാണിക്കാറുണ്ട്. അവരോടൊന്നും പറയാൻ തോന്നുന്നില്ല. ഇതൊക്കെ കുട്ടികൾ കാണുന്നുണ്ട്, എന്തിനാ അധികം പറയണം? എൻ്റെ വീട്ടിൽ ചിലപ്പം റീല് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനത്തെ റീല് വരുമ്പോൾ ഞാൻ വിചാരിക്കും ഈശ്വര ഇതെന്താ. ഇന്നത്തെ കുട്ടികൾക്ക് മൊബൈലോ ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ റീൽസാണ് അധികം വരുന്നത്. രേണു എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ട് ഒരു കുട്ടി നാശാവില്ല. മാത്രമല്ല ഒരൊറ്റ ആൾ കാരണം മാത്രം ഒരു കുട്ടി നാശാവില്ല. പിന്നെ രേണു എന്ന് പറഞ്ഞ സ്ത്രീനെ ഈ കാരണം പറഞ്ഞ് ജയിലിലിടണം എന്നൊക്കെ പറഞ്ഞാൽ ഈ സ്ത്രീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ സമ്മതിച്ചു. മരപ്പെട്ട് കൂട്ടുപോലെ 2-3 അവന്മാരും ഉണ്ട്. നേരെ വിളിക്കുമ്പോഴത്തോട്ട് ഇവരെന്തോ ചെയ്യുന്നുണ്ട്. അതിന്റെ ഷൂട്ടും കൊണ്ട് നടക്കരുത്. എന്നാ ഷൂട്ടാണ് അറിയാൻ വരെ. നല്ല മര്യാദക്ക് അഭിനയിക്കുന്ന സിനിമാ നടികൾക്ക് ഇന്നത്തെ കാലത്ത് പിന്നെ കമ്മീഷൻ പറഞ്ഞപ്പോ ഓരോരുത്തർ കൂടി അകത്ത് കയറുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് ഒത്തിരി കേരളം. അവർക്ക് പോലും മര്യാദക്കൊന്ന് എന്തെങ്കിലും ഒരു ചെറിയ വീട്ടു ചെലവ് നടത്താൻ വേണ്ടി ഒരു പരിപാടിക്ക് ഇറങ്ങാൻ പറ്റാത്ത കാര്യമാണ്. നല്ലതിനെയൊക്കെ കണ്ടാലൊന്നും ആരും വിടുകയില്ല. അവന്റെ പേരിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവക്കൊന്നും മര്യാദ തിരിക്കാം. എന്റെ സാറേ അവളുടെ ക്ലോസപ്പ് കാണുകയാണ് ഒന്ന് താഴെ വീട്. എന്തോ ഒരു സ്ത്രീയാണെന്ന് എനിക്കറിയാമല്ലോ. ഇത്രയോ ഉളുപ്പില്ലാത്ത ഒരു സ്ത്രീ. മര്യാദക്ക് ഒന്ന് ക്യാമറയെ ഫോക്കസ് ചെയ്ത് ചിരിക്കാനുള്ള ഒരു ഇതുപോലും ഇല്ല. ഇന്ന് 2 വർഷം മുടിയൊക്കെ പിന്നിട്ട് നിൽക്കുന്നു. ഒരു ചെറിയ ബ്ലൗസ് വിട്ട് പാവാട കൊടുത്ത് ഇന്ന് നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും, കല്ലിന് മുണ്ടാം സൗരഭ്യ. അവൻ ചെറിയൊരു കലാകാരനാണ്, എന്തോ കിറ്റിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കാര്യം ശരി. ഇവിടെ ആ പേരും പറഞ്ഞ് അവന്റെ പേരും പറഞ്ഞ് മുതലിട്ട്. എന്നിട്ട് ചേട്ടന്റെ ആക്സിഡന്റ് വന്നപ്പോഴുള്ള പെർഫ്യൂം ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. അത് അടിക്കുമ്പോ ചേട്ടൻ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റുമെന്ന് ഇന്നലെ പറയേ. എന്തിനാണ് സാറേ ഈ സ്ത്രീ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത്? ഇവർക്ക് മര്യാദക്ക് തൊഴിലുറപ്പിന് പോകാൻ പാടില്ലേ? ഇവര് നിങ്ങളുടെ വീട്ടിലത്തെ ആരെങ്കിലും ആണോ? ഇവരെങ്ങനെ നടന്നാൽ നിങ്ങൾക്ക് എന്താ ഇത്രയ്ക്ക് ദേഷ്യം? എനിക്ക് തോന്നുന്നു വേറെ വല്ല പേഴ്സണൽ പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരാൾ റിയാക്ട് ചെയ്യൂ? അന്നത്തെ പെർഫോമൻസ് കണ്ടില്ലേ എന്നൊക്കെ പറയാ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രശ്നമാണോ? സ്ത്രീകൾക്ക് അപമാനമായ ഒരു സ്ത്രീ ഞാനിന്ന് വരെ കണ്ടിട്ടില്ല. നമ്മളീ 10-50 രൂപക്ക് ഫോൺ റീചാർജ് ചെയ്യുന്നത് നമുക്ക് ഓരോ ഇപ്പൊ യുദ്ധം നടക്കുന്നത് നമ്മള് രാത്രി അതൊക്കെ കണ്ട് അതിന്റെ കാര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഓരോ പെൺകുഞ്ഞുങ്ങളെ കണ്ടാൽ നമ്മൾ ചെന്ന് നമിക്കുന്ന രീതി എത്രയോ കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവരെന്തെങ്കിലും ചെയ്യട്ടെ. അല്ലെ ആ റീല് ചെയ്തല്ല അതിലൊരു നമുക്ക് തരാൻ ഒരു മെസ്സേജോ അതിൽപ്പെട്ട എന്തും ആയിക്കോട്ടെ. അവർക്കും ആഗ്രഹങ്ങൾ കാണത്തില്ലേ? അവർക്കും ഈ പറയുന്ന പോലെ ഐശ്വര്യ റായിയെ പോലെ ഒത്തിരി എല്ലാവർക്കും ഉണ്ടാവും. അവർക്കും ജീവിക്കണമെന്നും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നും അവർക്കും ആഗ്രഹമില്ലേ? ഐശ്വര്യ റായി ആയെന്ന് പറഞ്ഞ് എല്ലാരും ചെന്നാൽ നടക്കുവാ സാറേ. ഇത് ഞാൻ സാറിനോട് പറയുമ്പോ എന്റെ ഒരു മനസ്സ് സ്വീപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയണത്. ഈ സാധനത്തിനുള്ള ഒരു സാധനവും ഇല്ല. എന്നിട്ടാണ് പിടിച്ചു വെച്ച് ഞെക്കിയാൽ കുഴപ്പമില്ല. സാറ് ആ കമന്റ് ഒന്ന് നോക്ക്. ആമ്പിളാര് വിളിക്കണ തെറി കേട്ട ഒരു മനുഷ്യന് നയിക്കല. ഇന്നലെ മിനിഞ്ഞാന്നും അതിന്റെ 2-3 ദിവസത്തിനൊക്കെ ആളുകൾ ഇളകിയിട്ടുണ്ട്. ഇന്ന് ഒത്തിരി പെണ്ണുങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആണുങ്ങളും വീഡിയോ ചെയ്തിട്ടുണ്ട്. റോഡിന്റെ നടുക്ക് ഈ റോഡ് നിയമമൊന്നും ബാധകമല്ല ഇവർക്ക്. വണ്ടി പോകാൻ സമ്മതിക്കുന്നില്ല. കൊച്ചി പോലുള്ളൊരു തിരക്കുള്ള സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ആ പാലം നമ്മളെ കൊച്ചിലേക്ക് കിടക്കുന്ന പാലമാണെന്ന് തോന്നുന്നു. ആ പാലത്തെ നിന്നുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നു. നമ്മൾ ഈ 100-300 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഈ പിന്നെ നമ്മള് ബോഡി ഷേമിംഗ് ആണ് സാറ് പറയുന്നത്. ഈ സുന്ദരീനെ കാണാൻ പോകാനാണ് സാറേ. അവള് ചിരിക്കുമ്പോഴുണ്ടല്ലോ ഒരു 25 പ്ലേറ്റ് അവളുടെ 2 സൈഡിലും ഉണ്ട്. നേരെ നോക്കാൻ പറ്റുകയില്ല. എന്നിട്ട് പിന്നെ കാളുകൾ കണ്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള പിന്നെ ലിപ്സ്റ്റിക്ക് വിട്ട് എന്തിനാണ് ഇവന്മാര് കൊണ്ട് ഈ കാറ്റിട്ട് കെട്ടിപ്പിടിക്കുന്നത്? അവര് കെട്ടിപ്പിടിച്ച് ചവിട്ടിലും കൊണ്ട് ആവശ്യമുള്ള നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇന്നതേ ഒരു ചെറിയ ബ്ലൗസ് ഇട്ട് നടക്കണം. ഇവിടെയൊക്കെ പിള്ളേരുടെ ലോങ് ബ്ലൗസ്
അത് വിട്ട് പാവട ഇട്ട് നടക്കുമ്പോ ഇവളോർക്കണത് ഇവളെ ഏതാണ്ട് അവന്മാര് ഇപ്പൊ അതിലുള്ളൊരു ഒരു കുഴപ്പമേ ഉള്ളൂ, ഈ തീറ്റിന്റെ തിന്നാനുള്ള വീട്ടിലല്ല. അതുകൊണ്ട് ഈ സ്ത്രീ ഇങ്ങനെ കിടന്ന് അഴിഞ്ഞാടുക. നേരെ വെളുത്തും സാറല്ലെങ്കിൽ ഇന്ന് ഞാൻ പറയണ കള്ളമാണെങ്കിൽ സാർ ഇന്ന് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യും, ഇവളുടെ വീഡിയോ ഇല്ലാതെ ഒരൊറ്റ എണ്ണമില്ല. ഇത് എന്നെ അതൊന്നല്ല, ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് വേറെയും. അതൊക്കെ വെറുതെ തോന്നാട്ടോ, അങ്ങനെയൊന്നുമല്ല. ഇഷ്ടംപോലെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളൊക്കെ തുറക്കുന്നുണ്ട്. പിന്നെ എന്താ പറയാ, രേണുവിന് അവര് വിളിച്ചിട്ടല്ലേ പോണ്, അവർക്ക് കുഴപ്പമുണ്ടാവില്ല. ആ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും. പിന്നെ അതിന്റെ ആൾക്കാരെ വിളിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് ഞാനൊന്ന് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് അല്ലാന്നാക്കി തോന്നുന്നു. കാരണം അവരൊക്കെ വളരെ സന്തോഷത്തോടെ വിളിച്ചിട്ടാണ് അഭിനയിപ്പിക്കുന്നത് തോന്നുന്നു. പിന്നെ ഈ സിനിമയിൽ കാണുന്ന അത്രയും സൗന്ദര്യമുള്ള സ്ത്രീകൾക്ക് മാത്രമേ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും ഇല്ല കേട്ടോ. അവര് മാത്രമേ അവരുടെ ശരീരം, എനിക്ക് പറയാൻ വയ്യ. പിന്നെ നിങ്ങൾ പറഞ്ഞ ചില വാക്കുകൾ എനിക്കിവിടെ സംസാരിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ പറയണില്ല. കാരണം അതെനിക്ക് പറയാൻ എനിക്ക് പറ്റുന്നില്ല, സോറി. ഈ സിനിമാ നടിയും നടന്മാരും ഒക്കെ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മൊത്തം ആൾക്കാരെ കാണിച്ചിട്ടാണ് ചെയ്യണം. ഇവക്ക് 5-6 ഞെക്ക് ഏതെങ്കിലും ആമ്പിളരുടെ ഞെക്ക് കൊണ്ടില്ലെങ്കിൽ ഇവക്ക് സഹിക്കാൻ പറ്റില്ല. ഇവിടെ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഞെക്ക്, പക്ഷെ അത് കാണാൻ മേലെ നമ്മൾ കാണുന്ന എന്തിനാണുള്ള ഞെക്കണം? ഇത് നമ്മുടെയൊക്കെ വീട്ടിൽ പെൺകുഞ്ഞുങ്ങളല്ലേ, നമ്മുടെ പരിസരത്ത് പെൺകുഞ്ഞുങ്ങളല്ലേ, നാട്ടിലുള്ളതല്ലേ. ഈ കുഞ്ഞുങ്ങൾക്കും ടെൻഡൻസി ആകേലേ കൊച്ചു പാവടെ വീട്ട് എല്ലാരും. ഗുരുവായൂരപ്പ, ഇതൊക്കെ നിങ്ങൾ ശരിക്കും കേട്ടിട്ടാണോ അതിനെ സപ്പോർട്ട് ചെയ്യണത്? ഈ രേണുവിനെ അതിന് മാത്രം എനിക്കറിയില്ല. ആ ഒരു ചെയ്തത് കണ്ടിട്ടാണോ നമ്മുടെ ചുറ്റുപാടുള്ള ആൺകുട്ടികളൊക്കെ മോശമായി പോണത്? ഈശ്വര, ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. ഇവരൊന്നും കാണാറില്ല. ഇവര് രേണുവിന്റെ മാത്രം തപ്പിപ്പിടിച്ച് കാണുകയാണോ? ഇഷ്ടം പോലെ ഉണ്ട്. ഇതിലപ്പുറത്തേക്ക് കാണാനുള്ളതുണ്ട്. ഇൻസ്റ്റഗ്രാം തുറന്നാ, നിങ്ങൾ പറഞ്ഞ ഇൻസ്റ്റഗ്രാം അതുപോലെ യൂട്യൂബ് ഒക്കെ തുറന്നു നോക്കൂ, ഇങ്ങനത്തെ റീൽസ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ആൺകുട്ടികൾ നാശാവാൻ രേണുവിന്റെ ഈ ഒരു വീഡിയോ കാണണ്ട. ഈ വീഡിയോ കണ്ട അത്രയ്ക്ക് നാശാവില്ലേ തോന്നുന്നു. കാരണം അതിന് മാത്രം എക്സ്പോസ് ചെയ്തിട്ടല്ല, അതിലപ്പുറത്തേക്കുള്ളതുണ്ട്. അതിൽ ഓരോരുത്തരുടെ പേരിക്ക് പറയാൻ മോശമല്ലേ വിചാരിച്ചിട്ടാ. അത് കാണുമ്പോൾ നമ്മൾ എന്തൊരു വൃത്തികെട്ട ഇതാണ്, സ്ത്രീയാണെന്ന് തോന്നുന്ന രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ മാറ്റി നിർത്തി ഇത് മാത്രം കണ്ടിട്ട് ചുറ്റുപാടുള്ള ആൺകുട്ടികൾ നാശാവേ. കഷ്ടം. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് നാശാവണമെങ്കിൽ ഒരു കുട്ടി വിചാരിച്ചാൽ നാശാവും ചെയ്യും, നന്നാവും ചെയ്യും. അത് ആദ്യം നമ്മുടെ വീട്ടിലുള്ള പാരന്റ്സ് ശ്രദ്ധിച്ചാൽ മതി, കുട്ടികൾ നാശാവാതിരിക്കാൻ. ഇങ്ങനെ ഞെക്കി പിടിച്ച് നടക്കായിരുന്നു. ഞങ്ങളും ഒക്കെ പാവടപ്രായം കഴിഞ്ഞവരാ. എനിക്ക് 57 വയസ്സുണ്ട്. ആൺപിള്ളേരെന്ന് വെച്ചാൽ അവരുടെ സ്വന്തം ആങ്ങളമാരെയും അല്ലെ മക്കളെയും ഒക്കെ വെച്ചിട്ട് ഒത്തിരി പേര് റീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യട്ടെ. ഈ ശരിക്കും ആണും പെണ്ണുമായിട്ട് പേരായിട്ട് റീൽ ചെയ്യണ ഒരു ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതാണ് പ്രശ്നം. ആ കമന്റ് ഇട്ടവരൊക്കെ പ്ലീസ് ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഇവര് മാത്രമേ ഉള്ളൂ ഇത്രേ. ഇതിനൊക്കെ നിങ്ങൾ എങ്ങനെ യോജിക്കണേ? ഈ രേണു മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യണേ. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഞാൻ ഇതന്നെ പറഞ്ഞോണ്ടിരിക്കുമ്പോ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് രേണുവിനോട് എനിക്കൊന്നുമില്ല, എനിക്കിഷ്ടമല്ല കേട്ടോ അങ്ങനെയൊന്നും ചെയ്യാൻ, ഞാൻ ഒരിക്കലും ചെയ്യൂല. അങ്ങനെ ഇപ്പൊ എന്റെ വീട്ടിലെ കുട്ടികൾ ആരെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണ്ടെന്നേ പറയൂ. പക്ഷേ ഇത് രേണു മാത്രമല്ല ചെയ്യണേ, ഇഷ്ടംപോലെ ആൾക്കാർ എന്റെ അറിവിലുള്ള, ഞാൻ എട്ടിപ്പോയിട്ടുണ്ട്, ഞാൻ അറിയണ കുറച്ച് പേര് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ രേണു ഒരു ഒറ്റ വ്യക്തി കാരണം ഇത്രയും മോശമായി അങ്ങനെ എങ്ങനെ. പിന്നെ രേണുവിന് ഇത്തിരി സൗന്ദര്യം കുറവ് അവരുടെ കണ്ടില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. അങ്ങനെ സൗന്ദര്യം കുറവുള്ളത് കാരണം ഇവള് ചെയ്യേണ്ട എത്രയോ സുന്ദരി പെണ്ണുങ്ങൾ സിനിമയിലുണ്ട്, അവിടെ ഉണ്ട്, അവർക്കൊക്കെ ചെയ്യാം. ഇവളൊന്നും ഈ പെൺകുട്ടിയൊന്നും ചെയ്യാൻ പാടില്ല. ഇതിനോടൊന്നും നീ എന്ത് പറഞ്ഞാലും എനിക്ക് യോജിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ എനിക്ക് നെഗറ്റീവ് എഴുതിയാലും കുഴപ്പമില്ല ആരെങ്കിലും. പട്ടിയുണ്ട് അവിടെ കൂടെ. എന്റെ സാറേ, എനിക്ക് അതിൽ ഏറ്റവും സങ്കടം വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കമലഹാസൻ സാറും അതുപോലുള്ള മറ്റു നടന്മാരും ഒക്കെ എന്തൊരു കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കുന്ന ലിറിക്സാണ് സാറേ. അതിന് പിന്നെ ട്യൂൺ കൊടുത്ത് അത് എത്രയോ രൂപ കൊടുത്താണ് പാട്ട് പാടുന്നത്. ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് AR റഹ്മാന്റെ ഒരു പാട്ടിന്റെ റേറ്റ് 3 കോടി രൂപയും. അങ്ങനെ കഷ്ടപ്പെട്ടും വില കൊടുത്തും ഉണ്ടാക്കിയ പാട്ടല്ല ഇവള് കൊണ്ട കാണിക്കുന്ന കണ്ടല്ലോ. ഇവര് രേണുവിന്റെ വീഡിയോ മാത്രമേ കാണാറുള്ളൂ. അതാണ് പ്രശ്നം. ഇൻസ്റ്റഗ്രാം എടുക്കുക, രേണു സെർച്ച് ചെയ്യുക, എന്നിട്ട് അതിലെ കുറച്ച് കാണാം, എന്നിട്ട് ആ പാട്ട് മാത്രം, ഈ കമൽഹാസൻ സാർ എഴുതിയ പാട്ട് മാത്രമോ എത്ര ഭയങ്കര നല്ല പാട്ടുകൾ ആരൊക്കെ നാശാക്കണു, എന്തൊക്കെ എടുത്ത് ചെയ്യണു, അതൊക്കെ ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങിയിട്ടോ എല്ലാത്തിനും പ്രതികരിക്കും. ഈ ഒരു സ്ത്രീനെ മാത്രം ഭർത്താവ് മരിച്ചു, ഈ സ്ത്രീ ഇങ്ങനെ ഇറങ്ങേണ്ടി വിചാരിച്ചു, ഈ സ്ത്രീനെ മാത്രമേ ഇതിനെ പ്രതികരിക്കുള്ളൂ, ഓരോരുത്തരും എടുത്ത് പ്രതികരിക്കൂ. വളരെ മോശമായിട്ട് പാട്ടുകൾ നശിപ്പിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ചെല്ലിടത്ത് മുക്കിയ കാലിന് ചവിട്ടാൻ തോന്നും. അതൊക്കെ നമുക്ക് സ്നേഹിയുണ്ട്. കലയെ സ്നേഹിക്കുന്നവർക്ക് സങ്കടം വരും കേട്ടോ. ഞാൻ അതുകൊണ്ട് പറയുന്നു, പ്രതികരണ ശേഷിയുള്ളവർക്ക് സങ്കടം വരും. ഇവിടെ വീട്ടിൽ കൊണ്ട് എത്തിച്ച് പഴങ്കഞ്ഞി കൊടുക്കുകയാണെന്നുണ്ട് ഇവിടെ കുത്തല് മാറി കിട്ടും. ഒന്നാമത്തെ കൈകൾക്ക് വീട്ടിലേക്ക് ചോദിക്കാനും പറയാനും ആളില്ലെന്നാ തോന്നുന്നു. ഒരു ചോദിക്കാനും അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഈ ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന് വിചാരിക്കണം. ഒരു പക്ഷെ ഈ രേണു ഒരു ഭയങ്കര തെറ്റൊന്നും ചെയ്യണില്ല. ഇതിൽ വലിയ തെറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തിലുണ്ട്. ദൈവത്തിനെങ്കിലും പേടി വേണം. ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. നിങ്ങളൊക്കെ എല്ലാം തികഞ്ഞവരാണോ? എല്ലാവരും
ഒരു കുഞ്ഞു കൊച്ചുവരെയുള്ള ആൾക്കാർ ഇങ്ങനെയൊന്നും പോകത്തില്ല. പെൺപെണ്ണുങ്ങൾ ഒരു സ്ത്രീകൾ, ഇത് കേരളത്തിലെ സ്ത്രീകൾക്ക് അപമാനമാണ് സാറേ. ഈ സ്ത്രീ അപമാനമാണ്. കേരളത്തിലെ സ്ത്രീകൾ ആരും ഇങ്ങനെയല്ല നടക്കുന്നത്. ഭർത്താവിന്റെ ആദ്യത്തെ കുടിയിലെ മകൻ എന്ന് പറയണവന് ഒരു 10, 16, 17 വയസ്സുണ്ട്. ആ ചെറുക്കന് നാണക്കട, ആ ചെറുക്കന്റെ മുഖത്തിവൾ ഇങ്ങനെ നോക്കും. ഇവൾ ഈ ആണുങ്ങൾ കൊണ്ടുപോയിട്ട് ഞെക്കി പൊട്ടിച്ചിട്ട് ഇവളെ ആമ്പിളാന്ന് പറയുന്നത് എന്റെ ബലൂൺ പൊട്ടി പോകൂടി മഴയത്തിറങ്ങാതെ എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്തൊരു നാണക്കേടുണ്ട് സാറേ. എന്തോ ഞാൻ പറയണു, ഈ സംസാരിക്കുന്ന സ്ത്രീക്ക് ഒരു സംസ്കാരവും ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ഈ രേണു മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി. വീണ്ടും ഞാൻ പറയാണ്, ഇതിലപ്പുറത്തേക്ക് നടക്കുന്നുണ്ട്, ഈ സമൂഹത്തിൽ ഇതിലപ്പുറത്തേക്ക് നടക്കുന്നുണ്ട്. ഒരു സിനിമ വെച്ച് നോക്കൂ, നമ്മൾ ആരാധിക്കുന്ന സ്ത്രീകൾ ചെയ്യണില്ലേ, വലിയ നടിമാര് ചെയ്യണില്ലേ, അവരൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സംഭവം. ഇതിലപ്പുറത്തെ സീൻ ചെയ്യണില്ലേ അവരൊക്കെ? ഇതെന്താ ഈ ഒരു സ്ത്രീ മാത്രം ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ പറയണം? ഒരു സംസ്കാരവും ഇല്ല പറഞ്ഞാൽ ഒരു സംസ്കാരവും ഇല്ല. ഇവർക്ക് എന്തിന്റെ കുഴപ്പം എനിക്ക് മനസ്സിലാവണില്ല. നാണക്കേടുണ്ട്. കമന്റാണ് പിള്ളേര് പറയുന്ന, കമന്റ് ചെയ്യുമ്പോഴത്തേക്ക് ആരും അറിയുന്നില്ല. അതുകൊണ്ട് ഒരു നല്ല പച്ചത്തറിയെ വിളിച്ചു പറയുന്നത്. ഈ നടു റോഡിലൊക്കെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിക്കണതിന് ഒരു ഇതുമില്ല. ഇതാണ് റീൽസ്. എന്തെങ്കിലും ഒരു സാധനം പ്രസന്റ് ചെയ്യുമ്പോൾ അതിലൊരു തീം ഉണ്ടാകുകയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ സാധാരണ റീൽസ് എന്ന് പറയണം. ഇത് ഒരുമാതിരി സിനിമാ പാട്ട് വിട്ട് ബഹിളി. ഇത് എനിക്ക് തോന്നുന്നു ഇവൾക്ക് ഈ ഞാനൊന്നും പറയില്ല, ഞാൻ പറഞ്ഞാൽ ഇച്ചിരി കൂടിപ്പോകും സാറേ. പിന്നെ അത് ബോഡി ഷെയ്മിങ് ആണെന്നാ അവളെ ഷെയിം ചെയ്തെന്നും പറയുന്നത്. ഇവ ഈ പിന്നെ വാവെടുക്കുമ്പോ പശു കിടന്ന് ചാടുന്നതൊക്കെയുള്ള കളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള. സത്യമായിട്ട് തരും കന്നിമാസത്തിലെ പട്ടി ഇതൊക്കെ ഉപമിക്കാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളു. നേരെ ഫേസ് നോക്കി ഒരു ക്യാമറയെ നോക്കി ചിരിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ് ഇത് കാണിക്കണമെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എല്ലാവർക്കും സൗന്ദര്യമില്ലാത്ത പിള്ളേർ എത്രയോ നന്നായിട്ട് റിലീവ് ചെയ്യുന്നവരുണ്ട്. സൗകര്യമല്ല പ്രശ്നം, അതില് അവരവതരിപ്പിക്കുന്ന രീതിയാണ്. നമ്മൾ അതാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇത് എന്താ പറയണ്ടേ? ഒന്നാമത്തെ കാര്യം ഇത് ചോദിക്കാനും പറയാനും ആരുമില്ല. ഒരു ചോദിക്കാനും പറയാനും ആളുള്ള വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയും പോയി ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് ഞെട്ടിക്കാല. ഇത് ഇന്നലെ വല്ല സെക്സ് കഷ്ടമാണ് കേട്ടോ, കഷ്ടം. പക്ഷെ എനിക്ക് എന്താ അറിയോ തോന്നുന്നത്, ഇതിപ്പോൾ ഇഷ്ടംപോലെ കമൻസ് എല്ലാം ചേച്ചി ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചത് പറഞ്ഞു, ചേച്ചി പൊളിച്ചു, ചേച്ചി സൂപ്പർ, ചേച്ചി പറഞ്ഞത് എല്ലാം ശരി നോക്കിയാൽ പറയണം. എനിക്കറിയില്ല, ഞാൻ മാത്രമാണോ അറിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു അറിയോ, എനിക്ക് അറിയണ 1-2 പേരുണ്ടാവുമല്ലോ അതേപോലെ വീട്ടിലുള്ള എൻ്റെ പോലത്തെ, അവരോടും അമ്മയോടൊക്കെ ചോദിച്ചു ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ പാടും. അപ്പോൾ എല്ലാവരും തന്നെയാണ് പറയണം, ഇത്രയ്ക്കൊക്കെ ഇതിന് മാത്രമൊക്കെ പറയാൻ പാടും ഒരു സ്ത്രീനെ. ഇഷ്ടം പോലെ പേര് ഇതിലപ്പുറത്തേക്ക് ചെയ്യണവരില്ലേ? അങ്ങനെ അതാണോ ഇന്നത്തെ ലോകം? അങ്ങനെയാണോ? പിന്നെ കുട്ടികൾ നാശാവാൻ ഒരു രേണു വേണോ? കഷ്ടമാണ് കേട്ടോ. എനിക്കെന്തോ യോജിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ എനിക്കും ഇതേപോലെ നെഗറ്റീവ് കമൻറ്റ്സ് ആയിരിക്കും ഫുൾ വരിക. സാരമില്ല, പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.